ഇതൊരു ഫെസ്റ്റിവൽ സിനിമയല്ല. ഫെസ്റ്റിവൽ പോയ ഒരു തെങ്ങേറ്റം ചേച്ചിക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്കായിരുന്നു ചലഞ്ച്. എനിക്ക് അത്ര വലിയ ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ശരിയും തെറ്റും സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് വേറൊരാൾക്ക് ഓക്കെ ആയിരിക്കില്ല. ചിലപ്പോ ഞാൻ എൻജോയ് ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല വേറൊരാൾ എൻജോയ് ചെയ്യുന്നത്. അത്രയും സന്തോഷം വെക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല, പക്ഷെ അതിനെപ്പറ്റി പറയണം എന്നുണ്ടാകും. ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്? ആ ഉള്ളിലെ രത്നമായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ ചേർത്ത് പിടിക്കുന്നു. 5 ദിവസം മുമ്പേ അവിടെ പോയി സ്ലാങ് ഒക്കെ പഠിച്ചു. വർക്കല ആ ഭാഗത്തുള്ള സ്ലാങ് ആയിരുന്നു പഠിക്കേണ്ടായിരുന്നു. ഞാൻ വർക്കലയിൽ തന്നെ പഠിച്ചത്. പക്ഷെ വർക്കലയിൽ പാലക്കാട് നിന്ന് വന്നൊരു ചേട്ടൻ ചായക്കറി ഇട്ട് അയാളുടെ സ്ലാങ് ഞാൻ പഠിച്ചോണ്ടിരിക്കണ്ടായിരുന്നു. നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെ ആൾക്കാർ അതിനെ കൺസീവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ആസ്പെക്റ്റിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി ഭയങ്കര ഇത് ആൾക്കാരിലേക്ക് എത്തണം ഇങ്ങനത്തെ ഒരു സാധനം. ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് എന്നുള്ള സ്പേസിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് ആരില്ല എന്ന് പറഞ്ഞാലും ഞാൻ ആ സ്പേസിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ബിക്കോസ് ഞാൻ എൻ്റെ വർക്ക് സ്പേസ് ഇതാണ്. ഞാൻ 15 കൊല്ലമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്. അതിന് മുന്നേ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് ഇന്റർനാഷണൽ വേദികളിലേക്ക് എത്തി ഇപ്പോൾ തിയേറ്ററിലേക്ക് റിലീസിനായി ഒരുങ്ങിയിരിക്കുന്ന തിയേറ്റർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റിമ കല്ലിങ്കൽ, ഡെയിൻ ഡേവിസ് ആൻഡ് അശ്വതി. വെൽക്കം ടു സിനിമ പ്രാന്ത്. താങ്ക് യു. സോ ഇപ്പം ഞാൻ പറഞ്ഞു തിയേറ്റർ ഒരുപാട് ഇന്റർനാഷണൽ വേദികളിലൊക്കെ പോയി അതിലൊരു അവാർഡും കിട്ടി. ഇപ്പൊ തിയേറ്ററിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എന്തായിരിക്കും ഈ ഒരു സമയത്ത് പറയാനുള്ളത്? ഇതൊരു ഫെസ്റ്റിവൽ സിനിമയല്ല. ഫെസ്റ്റിവൽ പോയ ഒരു എന്ന് ഇതിന്റെ പ്രൊഡ്യൂസർ ലൈക്ക് ഒരു ഫെസ്റ്റിവൽ സിനിമ ആയതുകൊണ്ട് അതൊരു കുറവായിട്ടൊന്നും കാണുന്നില്ല. ഐ മീൻ പക്ഷെ അതിനൊരു മുൻധാരണ ഉണ്ടാവാറുണ്ടോ അങ്ങനത്തെ ഒരു ഫിലിം ആണെന്ന് പറയുമ്പോൾ. സ്ലോ ആയിരിക്കാം, മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ട്. അതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഇൻ ദ സെൻസ് അതായത് ഇപ്പൊ സ്ലോ ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ആവുന്നത് കൊണ്ടോ സിനിമ മോശമാണെന്നും അല്ല ഞങ്ങൾ പറയുന്നത്. ജനറലി ഈ സിനിമ അങ്ങനെയല്ല. ഇത് കുറച്ചുകൂടി ഗ്രിപ്പിംഗ് ഉള്ള, മറ്റേത് അതായത് ഒന്നും ഒരു പോയിന്റിലോട്ട് ഒരു എക്സ്ട്രീം പോയിന്റിലേക്കൊന്നും പോകാൻ പറ്റില്ല. എല്ലാത്തിന്റെ ഒരു മിഡിൽ നിൽക്കുകയാണ്. അത് മാത്രല്ല ഒന്നും ശരിയും തെറ്റും സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് വേറൊരാൾക്ക് ഓക്കെ ആയിരിക്കില്ല. ചിലപ്പോ ഞാൻ എൻജോയ് ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല വേറൊരാൾ എൻജോയ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു കൂട്ടം ആൾക്കാര് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഒരു ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്ന പടങ്ങൾ ബുദ്ധിജീവി പടം ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൂവി എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ചിന്തിക്കും ചിലവർക്ക്. എല്ലാവർക്കും അല്ല, ഒരു വിഭാഗം. അപ്പൊ അവർക്കുള്ള ഒരു ക്ലാരിഫൈ ആണ് അത്. അങ്ങനെ ഒരുപാട് മൂവി അല്ല, ഇല്ല കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഉള്ള എല്ലാരും തിയേറ്ററിൽ പോയി കാണേണ്ട ടൈപ്പ് ഒരു സിനിമ. എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പടം. ഇനിയിപ്പോ ഇതിലപ്പുറം ഒന്നും ഇല്ല. എന്തായാലും തിയേറ്റർ നല്ല സിനിമയാണ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ഒരുപാട് ഫെസ്റ്റിവലില് കളിച്ച് തിയേറ്ററിലെ ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഇതാണ്. അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, ഞാനപ്പോ മീരയിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. മീര എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്കൊന്ന് റിമ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള, അതില് ഒരുപാട് ഇന്റർവ്യൂസിൽ ചോദിച്ചും റിമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. തെങ്ങ് കയറ്റത്തെ പറ്റി ഒരുപാട് പറയുന്നു, പക്ഷെ അതൊന്നും ചോദിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതാണ് അതിന്റെ ഒരു ഭയങ്കര നോവൽറ്റി ഫാക്ടർ തന്നെയാണ്. അതെ അതെ. എങ്ങനെയായിരുന്നു മീര ഇപ്പം എത്രത്തോളം ലൈക്ക് പേഴ്സണലായിട്ട് എടുക്കാൻ പറ്റും ആ ഒരു ക്യാരക്ടറിനെ? പേഴ്സണലി ഞാനായിട്ട് ഒരു സ്പേസിൽ ഭയങ്കര സിമിലർ ആണ്. എന്നാൽ വേറൊരു ജീവിത സാഹചര്യങ്ങൾ വെച്ചും അവർ വളർന്നൊരു ചുറ്റുപാടുകളൊക്കെ വെച്ചിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു സ്പേസാണ്. പക്ഷെ ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ
നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ ചേർത്ത് പിടിക്കുന്നു, എങ്ങനെ നമ്മൾ സാക്രിഫൈസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതും ആ കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണ്, അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് അത് യൂണിവേഴ്സൽ ആണല്ലോ, ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. അങ്ങനത്തെ ഒരുപാട് കൊടുക്കലുകളും വാങ്ങലുകളും ഞാനും മീരിയും തമ്മിൽ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതില് ഈ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ഈ തെങ്ങ് ഐറ്റം, പിന്നെ ക്യാരക്ടറിൽ വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, എങ്കിലും ഈ തെങ്ങ് ഐറ്റം എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? തെങ്ങേറ്റം ചേച്ചിക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്കായിരുന്നു ചലഞ്ച്. എനിക്ക് അത്ര വലിയ ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചേച്ചി കയറാൻ പറയുന്നു, കയറുന്നു, അപ്പൊ തന്നെ അതെ. ബാക്കിയുള്ളവർക്ക് താഴെ നിൽക്കുന്നവർക്കായിരുന്നു അത് ടെൻഷനും ചലഞ്ചൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എങ്ങനെ തെങ്ങില് തെങ്ങില് കയറ്റേണ്ട ആവശ്യമില്ല, ചേച്ചി തന്നെ കയറുന്നു. എത്ര ടൈം എടുത്തായിരുന്നു അത് പഠിക്കാനൊക്കെ? ഞാൻ 2-3 ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചേട്ടൻ വന്നിരുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം തൊട്ടിട്ട് ബാലപാഠങ്ങൾ തൊട്ട് പഠിച്ച് ഇതിങ്ങനെയാണ്, ഇതിന്റെ ഗ്രിപ്പ് ഇങ്ങനെയാണ്, അങ്ങനെ നമുക്ക് ആദ്യം ചെറിയ ഹൈറ്റിൽ ചെയ്ത് നോക്കി. അങ്ങനെ നമ്മൾ ആദ്യം ഒരെണ്ണൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രാവശ്യം കയറാനൊക്കെ. അപ്പോഴത്തേക്കും നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മസിൽ ഗ്രൂപ്പ്സ് ആണല്ലോ സ്ട്രോങ്ങർ ആവുന്നത്. അതുപോലെ ഈ ആക്ഷൻ നമ്മൾ ജീവിതത്തിൽ വേറെ ചെയ്യുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഫോഴ്സും മസിൽസും എല്ലാം യൂസ് ചെയ്ത് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡി തന്നെ ഇത് എന്താ ഇപ്പൊ ഇത് പുതിയൊരു സാധനം എന്നുള്ളതിലാണ് നമ്മുടെ ബോഡി തന്നെ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് അങ്ങനെ 1 ദിവസം 2 ദിവസം 3 ദിവസം അങ്ങനെ ഓരോ പടി കയറി അതിൻ്റെ ഒരു റിതം മനസ്സിലായതിനു ശേഷം പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സേഫ്റ്റി ഹാർനസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഹാർനസ് വെച്ച് പുള്ള് ചെയ്യുമ്പോൾ ഞാൻ സ്വന്തമായി കയറണം, അല്ലെങ്കിൽ ഇപ്പൊ ചില ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എയറിൽ ഒരാളിങ്ങനെ പറന്നു വരുന്നത് തോന്നും, അത് നമുക്കറിയാം ഹാർനസ് ഗ്രാവിറ്റി ഡിഫൈ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യല്ലോ. അത് തോന്നാതിരിക്കണമെങ്കിൽ ഞാൻ തന്നെ കയറണം. പക്ഷെ ഏറ്റവും മുകളിൽ വരെ കയറുന്നുണ്ടായിരുന്നോ? ഞാൻ കയറണം, ആ ആക്ഷൻ ഞാൻ ചെയ്യണം. അതിന് ഹാർനസിന്റെ സപ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രാവിറ്റി ഡിഫൈങ് ആയിട്ട് ഞാനിങ്ങനെ എയറിൽ അങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ അതായിരുന്നു ആ താളം. അതും ഇപ്പൊ നമ്മൾ ഫൈറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഹാർനസ് പിടിച്ചിട്ടുള്ളത്, അവരായിട്ടുള്ള ഒരു സിങ്ക് ഉണ്ട്. രസമാണ്, കൊറേ മനുഷ്യർ ഒരുമിച്ച് കൊറേ പേരുടെ പ്രയത്നമുണ്ട് അതില്. നമ്മൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഈ തെങ്ങില് ആൾക്കാർ തെങ്ങ് കയറുന്ന കാണുമ്പോൾ വെറുതെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണല്ലോ അത് കയറുന്നത്. അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പൊ സിനിമയിലെ ഒരു ക്യാരക്ടർ അടിപൊളി, നല്ല എക്സ്പീരിയൻസ്. അപ്പൊ ഡെയിന്റെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാം? ഇത് ആക്ച്വലി മനോജ് എന്ന് പറഞ്ഞിട്ടാണ് ക്യാരക്ടറിന്റെ പേര്. ഈ ക്യാരക്ടർ ഒരു എന്താ പറയുക, ഒരു ട്രിക്കി ക്യാരക്ടറാ. അധികം പെട്ടെന്ന് ഒരു ക്ലാരിറ്റി കിട്ടില്ല ഈ ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ. ഇതൊരു ഗ്രാജുവൽ ഒരു ഗ്രോത്ത് ഉള്ള ക്യാരക്ടറാണ്, ബട്ട് കൺഫ്യൂസിങ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറയുന്ന തെങ്ങേറ്റം ഒക്കെ കയറുമ്പോൾ അതൊക്കെ ഇതിൽ ഞാൻ ഒരു വ്ളോഗർ ആയിട്ടാണ് എൻ്റെ ക്യാരക്ടർ. ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഒരു വ്ളോഗർ. പിന്നെ അയാളുടെ ഒരു ഗ്രാഫും പരിപാടി ഉണ്ട്. അപ്പൊ ഈ തെങ്ങ് കയറുന്നതും ഇവരുടെ ഒക്കെ ഇതൊക്കെ വ്ളോഗ് ആക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, ചേച്ചി കേറുന്നു, വീഡിയോ എടുക്കുന്നു, അങ്ങനെ. അപ്പൊ എന്റെ ക്യാരക്ടർ ഇത്തരത്തിൽ ഇവരുടെ ലൈഫിനെ ഒരു മിറർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. നമ്മളുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു വ്ളോഗറൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നോർമൽ കണ്ടുവരുന്ന ഒരു വ്ളോഗറിനപ്പുറം ആ വ്ളോഗറിന് കുറെ പരിപാടികൾ ഉണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്നും ഇത് ഡിഫറെന്റ് ആയിരിക്കണം ആവാൻ വേണ്ടിട്ട് ചെയ്തിട്ട്. ഞാൻ നേരത്തെ പറയായിരുന്നു, മറ്റേ 5 ദിവസം മുമ്പേ അവിടെ പോയി സ്ലാങ് ഒക്കെ പഠിച്ചു. വർക്കല ആ ഭാഗത്തുള്ള സ്ലാങ് ആയിരുന്നു പഠിക്കേണ്ടായിരുന്നത്.
ഞാൻ വർക്കലയിൽ തന്നെ പഠിച്ചത്. പക്ഷെ വർക്കലയില് പാലക്കാട് നിന്ന് വന്നൊരു ചായക്കട ഇട്ട് അയാളുടെ സ്ലാങ്ങിൽ ഞാൻ പഠിച്ചോണ്ടിരിക്കണ്ടായിരുന്നു. വർക്കലയിൽ ചെന്നിട്ട് പാലക്കാടൻ പാലക്കാട് സ്ലാങ് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലായിരുന്നു അപ്പൊ? ഇതൊരു കൊളോക്കിയലി കുറച്ചൊന്ന് എക്സെൻട്രിക് ആയിട്ട് പറഞ്ഞതുള്ളൂ. അല്ല ആക്ച്വലി ഇത് നമ്മൾ പഠിക്കണം എന്ന് വിചാരിക്കുമ്പോ അതങ്ങനെ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റത്തൊന്നുമില്ല. സ്ലാങ്ങിന്റെ കാര്യമൊക്കെ അവിടെ എത്തിയപ്പോഴാണ് പുള്ളി പറഞ്ഞ് ഈ ഒരു സ്ഥലത്തെ സ്ലാങ് ഒക്കെ പിടിച്ചാൽ നന്നായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് കുറേ ഡയലോഗ് ഉണ്ട്. വ്ളോഗിങ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ഡയലോഗ്സ് ഉണ്ട്. കഥയുടെ കുറേ പോർഷൻസ് എന്റെ നരേഷൻ പരിപാടിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ കഥ കുറെയൊക്കെ കിട്ടേണ്ടതും എന്റെ ഈ നരേഷനല്ല. അപ്പോ ഇത്രയും ഡയലോഗ് ഉണ്ട്, ഈ സ്ലാങ് പിടിക്കണം. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമാണ്. ഒരു ആക്ടറായിട്ട് നിൽക്കുമ്പോ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പെർഫോം ചെയ്യാനപ്പുറം നമ്മള് പണ്ട് ഈ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഒരു ഫീൽ ഉണ്ട്. തലേ ദിവസം സ്കൂളിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, സ്കൂളിലായിട്ട് മത്സരിക്കാൻ ഇറങ്ങുകയും ചെയ്തു, അവിടെ പ്രൈസ് കിട്ടുമെന്നുള്ളൊരു സാധനത്തിലായിരിക്കുമല്ലോ. അപ്പൊ സ്കൂളിലൊക്കെ പങ്കെടുക്കുമ്പോ നമ്മുടെ കംഫർട്ട് സോണ്, നമുക്ക് അറിയുന്ന ക്രൗഡാ. അപ്പൊ അപ്പുറത്ത് എത്തുമ്പോ നമുക്ക് അറിയാത്തൊരു ക്രൗഡിന്റെ മുമ്പിൽ മോണാക്ടോ നാടകം ചെയ്യാന്ന് പറയുന്നത് എന്റെ ഒരു ഉറക്കില്ല. നമ്മൾ ഈ ടൂറൊക്കെ പോകുന്നതിന്റെ തലേദിവസത്തെ ഒരു ഇതാ. എനിക്ക് ലിറ്ററലി ഈ പടത്തിന്റെ തലേദിവസമൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ നാളെ ടൂർ പോകുന്ന ഉറക്കം കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം കുറെ ഡയലോഗുകളുണ്ട്, അത് ഈ സ്ലാങ് പിടിക്കണായിരുന്നു. അപ്പൊ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ എന്റെ കംഫർട്ട് സോൺ അല്ലാത്തൊരു ഏരിയയില് പണിയെടുക്കേണ്ടി വന്നപ്പോ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാ ചെയ്തത്. അപ്പൊ എനിക്കത് ഞാൻ ഭയങ്കര അടിപൊളി എൻജോയ് ചെയ്തൊരു മൂവിയായിരുന്നു. അടിപൊളി. പശുതിലേക്ക് വന്നു കഴിയുമ്പം എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമയും ക്യാരക്ടറിനെ പറ്റി പറയാ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ ഇതിലൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. ഡേൻ്റെ കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു വ്ളോഗിങ് ഒരു പരിപാടി ചെയ്യുന്ന ഈ കഥ പറയുന്ന റിമ ചേച്ചിയുടെ ഒരു കഥ എന്താണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. സോ ബ്യൂട്ടി വ്ളോഗിങ്, ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ബ്രാൻഡ്സിനൊക്കെ വേണ്ടി. പക്ഷേ അത് ഞാൻ ഇപ്പോഴാണ് ചെയ്യാൻ തുടങ്ങിയത്. സഡൻലി ഈ സിനിമ റിലീസ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് യൂണിവേഴ്സ് പെട്ടെന്ന് എല്ലാം കൂടി അലൈനാക്കി തന്നതുപോലെ ഉണ്ടല്ലോ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ആൻഡ് എന്താ പറയുക, എങ്ങനെ സോഷ്യൽ മീഡിയ ആൾക്കാർ എടുക്കുന്നു, ലെറ്റ് ഇറ്റ് ബി ചിൽഡ്രൻ ഓർ എൽഡേഴ്സ്, അവരെങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ നമ്മൾ ന്യൂസിൽ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെ ആൾക്കാർ അതിനെ കൺസീവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ആസ്പെക്റ്റിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി ഭയങ്കര ഇത് ആൾക്കാരിലേക്ക് എത്തണം ഇങ്ങനത്തെ ഒരു സാധനം. ഇനി ഓഡിയൻസ് ഇത് കാണുമ്പോൾ എങ്ങനെ എടുക്കും എന്ന് നമുക്കറിയില്ല. ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഓപ്പൺ എൻഡിങ് ഫോർ ദ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ഒരു എന്താ പറയുക, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സ്പോട്ടിൽ ഓഡിയൻസിനെ ഇടുന്ന പോലത്തെ ഒരു ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. സോ സോഷ്യൽ മീഡിയയുടെ ഒരു കോണ്ടന്റ് എത്രമാത്രം ആൾക്കാർ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇറ്റ് ഈസ് ഈ സൊസൈറ്റി കാണേണ്ട ഒരു സാധനമാണ് ഇന്നത്തെ കാലത്ത്. സോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ടു ഡു ദിസ്. ഇതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമല്ലേ? യെസ്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കായിരുന്നു, ഇടയ്ക്ക് റിമയുടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അവാർഡ്, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടി. പുറത്ത് വന്നപ്പോൾ മീഡിയ അവാർഡിനെ പറ്റി ഒന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇന്റർവ്യൂലെങ്കിലും അത് ചോദിക്കുന്നുണ്ട്. സോ അവാർഡിനെ പറ്റി ചോദിക്കുന്നില്ലായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷത്തില്ല. അവാർഡ് കിട്ടാന്ന് വെച്ചാൽ ഏതൊരു ആർട്ടിസ്റ്റിനും എത്ര അവാർഡ് കിട്ടിയാലും ഒരുപാട് സന്തോഷമുള്ള മൊമെന്റ് ആണ്. അത്രയും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ അതിനെപ്പറ്റി പറയണം എന്നുണ്ടാകും. ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്? ആ ഉള്ളിലെ രത്നമായിരുന്നു അതിനെ വന്നത്? തീർച്ചയായിട്ടും അതും നമ്മൾ കുറെ കാലങ്ങളായിട്ട് വീണ്ടും വീണ്ടും എന്താ പറയാ വേറൊരു സ്പേസിലേക്ക് ഒതുക്കപ്പെടാൻ, അതായത് അതൊരു ഭയങ്കര അങ്ങനെ സംഭവിക്കുകയാണല്ലോ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അത്. അപ്പൊ അതൊരു ശരിക്കും അതൊരു ഹേർട്ട് തന്നെയാണല്ലോ. ബിക്കോസ് നമ്മൾ പ്രൈമറിലി ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നതും ഇവിടെ വന്നതും നമ്മൾ തെളിയിച്ചതും ഒക്കെ ആ സ്പേസിലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി നമ്മളെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് എനിക്ക് ഡെഫിനറ്റ്ലി എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഇടയിലാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നത്. ആ സ്ട്രഗിളിന്റെയും ആ മൂവ്മെന്റിന്റെയും ഒക്കെ ഭാഗമായി നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു ഫിലിം ചെയ്യുന്നത്. അതിന് ഞാൻ നല്ല കഷ്ടപ്പെടുന്നതിനേക്കാളും ഞാൻ അത്ര എൻജോയ് ചെയ്ത്, ഞാൻ അത്ര ഇൻവോൾവ് ആയിട്ട്, ഞാൻ കമ്മിറ്റഡ് ആയിട്ട് ഒരു മൂവി ചെയ്തതാണ്.
അപ്പൊ അതിന് എന്തെങ്കിലും വാല്യൂ കാണണം. എന്നിട്ട് അതിനൊരു ജൂറി അവാർഡ് തന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അവാർഡ് അതില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. ഞാനൊരു ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് എന്നുള്ള സ്പേസിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് ആരില്ല എന്ന് പറഞ്ഞാലും അത് ഞാൻ ആ സ്പേസിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ബിക്കോസ് ഞാൻ എൻ്റെ വർക്ക് സ്പേസ് ഇതാണ്. ഞാൻ 15 കൊല്ലമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്. അതിന് മുന്നേ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇന്നും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ if people forget it, I think of it as my responsibility to keep reminding them of it. പലരും പല സിറ്റുവേഷനിലും ഈ ആർട്ടിസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം പലരും മറക്കുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ? അതെ, അതൊരു കുറ്റവുമല്ല. കാരണം ഞങ്ങൾ സംസാരിച്ച വിഷയം അത്രയും സ്ട്രോങ് ആയിരുന്നു. അത് ഇതിന്റെ എന്താ പറയാ, നമ്മൾ ഇപ്പൊ എല്ലാവരും അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. അത് ഞങ്ങളൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും those questions are directed at us again and again. പക്ഷേ അത് ഞങ്ങളുടെ മാത്രം ഒരു വിഷയമായിട്ട് ഒതുങ്ങരുതെന്ന് തോന്നുന്നു. അത് ഈ ഇൻഡസ്ട്രിയുടെ വിഷയമാണ്. അത് ഈ സൊസൈറ്റിയുടെയും നമ്മുടെ കൾച്ചറിൻ്റെയും കൂടി വിഷയമാണ്. ഇവിടുത്തെ എല്ലാ സിസ്റ്റംസും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് ഞങ്ങളുടെ മാത്രം ഇഷ്യൂ അല്ല. അത് ഇന്ന് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ ഒക്കെ ബാക്കിയായി ഇന്ന് ഇവിടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കും ഇന്ന് ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചർച്ചകൾക്കും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഭാഷയുടെ മാറ്റങ്ങൾക്കടക്കം എല്ലാവരിലേക്കും ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ആസ് എ സ്റ്റേറ്റ് തന്നെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ ഒട്ടും ചെറുതാക്കി കാണുന്നില്ല. അതിനെ ആളുകൾ വീണ്ടും അതിലേക്ക് പോകുന്നതിൽ തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ that is one aspect of who I am. I'm also an artist. I'm also a human being with a lot of emotions, with a heart which dreams and hopes and wants to win and so yeah. ഇപ്പൊ ഇങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അത് ഈ ഒരു ആർട്ടിസ്റ്റിക് കരിയറിനെ അഫക്ട് ചെയ്യുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയായിരുന്നു, ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണത്. അതായത് ഒരു ആർട്ടിസ്റ്റ് ആവുന്നതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാൻ ആക്ടിവിസത്തിനെ കാണുന്നത് എന്ന് പറയാം. ബിക്കോസ് ആസ് ആർട്ടിസ്റ്റ് ഐ തിങ്ക് വി ആർ ഗിവൻ ദാറ്റ് പ്രിവിലേജ് ടു ലുക്ക് അറ്റ് ലൈഫ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഡിഫറെൻ്റ്ലി, വേറെ പെർസ്പെക്റ്റീവ് നിന്ന് കാണാനും ഇമാജിൻ ചെയ്യാനും പുതിയ തലങ്ങളിലേക്ക് പോകാനും നമുക്ക് ആ പ്രിവിലേജ് ഈ ലോകം തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആക്ടിവിസത്തിനെ കാണുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി ആർട്ടിസ്റ്റ് ഇൻ മീ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള റിയാലിറ്റി എന്നുള്ള നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പല ഇഷ്യൂസ് ഉണ്ടാവുമ്പോഴും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് പുതിയ ഒരു ലോകം ആണ് എന്നുള്ളൊരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഐ എം ക്രിയേറ്റിംഗ് എ ന്യൂ സർക്കംസ്റ്റൻസ്, ഐ എം ക്രിയേറ്റിംഗ് എ ന്യൂ എൻവയോൺമെൻറ്റ്. അതും ക്രിയേഷൻ തന്നെയാണല്ലോ, അതും ആർട്ട് തന്നെയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഇതായിരിക്കും this is going to live longer than the movies that I would have done in those 10 years. ഞാൻ എവിടെയോ പറഞ്ഞു, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ആ ചളി. പക്ഷെ ശ്രീനിവാസൻ പറയുന്നത് പോലെ ആ 10 വർഷം ഞാൻ ചെയ്യാതിരുന്ന സിനിമയായിരിക്കും മലയാള സിനിമയ്ക്ക് സംഭാവന. അതെ, ഓക്കെ. അപ്പൊ നമ്മളിനി സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ മീരയുടെ ക്യാരക്ടർ നോക്കി കഴിഞ്ഞാല് കുറച്ച് പ്രോസ്തെറ്റിക് മേക്കപ്പിന്റെയും നമ്മളിങ്ങനെ, ഞാൻ മൂവി കണ്ടില്ല, ജസ്റ്റ് ടീച്ചർ മാത്രമേ കണ്ടുള്ളൂ, അതിലൊരു ഗ്ലിംസ് പോലെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. സോ അതിൽ കുറച്ച് പ്രോസ്തെറ്റിക് മേക്കപ്പും ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് എങ്ങനെയായിരുന്നു? എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പ്രോസ്തെറ്റിക്സ്. ആക്ച്വലി ഒരു വല്ലാത്തൊരു പ്രോസസ്സാണ് കേട്ടോ അത്. ദൈവമേ, പ്രശ്നമായിരുന്നല്ലേ? അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ഇത് മേക്ക് ബിലീഫ് ആണല്ലോ. നമുക്ക് ഇങ്ങനെ ഇതൊരു സ്കിൻ ഡിസീസ് വരുമ്പോൾ അത് ആളുകൾക്ക് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം ദാറ്റ് ഷീസ് ഗോയിങ് ത്രൂ അത്രമാത്രം പെയിനിലൂടെയും അത്രമാത്രം ഡിസ്കംഫേർട്ട് ഇവർക്ക് ഉണ്ടാക്കുന്ന ഒരു അത് വിഷ്വലി ഫീൽ ചെയ്യണം. അതും നമ്മളൊരു 10 ദിവസത്തെ ഒരു ടൈം പീരിയഡിൽ അതിങ്ങനെ തുടക്കത്തിൽ നിന്ന് കൂടി വരുന്നത്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ ഓർഡറിലല്ല, പല ഓർഡറിലാണ്. അപ്പം നമ്മൾ ഓരോ ദിവസം ഇത് എത്രത്തോളം എന്നുള്ളത് അത് കണക്കാക്കി നമ്മളത് ചാർട്ട് ചെയ്ത് നമ്മൾ ലൈക്ക് ഫോട്ടോസ് എടുത്ത് നമ്മൾ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അതൊരു പ്രോസസ്സാണ്. പക്ഷെ അതൊരു ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്.
അപ്പൊ ഈ പ്രോസ്തെറ്റിക് മേക്കപ്പിന്റെ മാത്രം എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? എന്തായാലും ഒരു 10-12 ദിവസം എന്തായാലും ഉണ്ടായിരുന്നു. അത് കുറേ ഒരു വലിയ പോർഷൻ ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോ അത് കുറച്ച് നല്ല, പക്ഷെ ഇപ്പൊ നമ്മള് ഈ ഒരു വേഷപ്പകർച്ച എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്യാരക്ടർ ആവുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ഇടുമ്പോൾ തന്നെ ഒരു ലെയർ ആഡ് ആവുകയാണല്ലോ ഒരു ക്യാരക്ടറിലേക്ക്. അതുപോലെ എനിക്ക് ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. ബിക്കോസ് ഷീ ഈസ് ആക്ച്വലി ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഡിസ്കംഫർട്ട് ആൻഡ് യു നോ ഷീസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഇമോഷണലി ഫിസിക്കലി ഒക്കെ. അപ്പോൾ ഈ ഡിസ്കംഫർട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൈൻഡ് ഓഫ് ആഡഡ് ടു മൈ ഹോൾ പെയിൻ ആൻഡ് വാട്ട് എവർ ഇസ് ഹാപ്പനിങ്. അപ്പോൾ ആൻഡ് ഓൾസോ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. എനിക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഒരു ഓക്കെ പ്രോസ്തെറ്റിക് മേക്കപ്പ് ഇങ്ങനെ, അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പരിപാടികൾ എന്ത് ചെയ്യാനാണെങ്കിലും. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ഡീൻ ഇപ്പം ഈ ഒരു സിനിമയിലേക്ക് കോള് വന്നു. കോളായിരുന്നു ഓഡീഷനാണോ അറിയില്ല, എന്തായാലും കോള് ഓഡീഷനുള്ള കോളായിരുന്നു. അപ്പൊ സജിൻ ബാബുവിന്റെ സിനിമയിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഡയറക്ടർ ആളുടെ സിനിമയിൽ ഒരു ഭാഗമാവുന്നു. അപ്പൊ ആ ഒരു കോൾ ആൻഡ് ഓഡീഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഇമോഷൻ അല്ല ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അല്ല, ആക്ച്വലി എന്നെ സജസ്റ്റ് ചെയ്തത് 1000 ബേബീസിന്റെ സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, ഫൈസിക്കാണ്. പുള്ളിയോട് എൻ്റെ കാര്യം സജസ്റ്റ് ചെയ്തത്. അപ്പോ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഇവര് ഈ ഒരു ക്യാരക്ടറിനെ കുറെ നോക്കുന്നുണ്ട്. കാരണം ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, കഥയുടെ ഒരു ഒരു വലിയ ഭാഗം ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും നരേഷനിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ അഭിനയിക്കും വേണം, അത്യാവശ്യം ഇതേപോലെ വ്ളോഗിങ് പരിപാടിയാണ്, കുറേ പോർഷൻസ് സംസാരിക്കും വേണം. അപ്പം അങ്ങനെ ഒരാളിനെ നോക്കി നടക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ഷോസൊക്കെ ചെയ്യുന്ന ആളാണ്, മൂവീസും ചെയ്യാറുണ്ടെന്നുള്ള ഒരു കണക്ഷൻ വന്ന് എന്നെ അങ്ങനെ വിളിച്ചതാണ്. പിന്നീടാണ് എന്നെ കൊണ്ട് ഒരു ദിവസം രാവിലെ തൊട്ട് ഒരു 10-15 പ്രാവശ്യം പല രീതിയിൽ ഒറ്റ സീൻ തന്നെ ചെയ്യിപ്പിച്ചു. അപ്പൊ ഞാൻ 2 ടേക്ക് 3 ടേക്ക് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആർട്ടിസ്റ്റിനെ ഞാൻ തന്നെ തെളിവിച്ചു തുടങ്ങി. ഇതിനായിരുന്നോ ഭാഗത്ത് സിനിമ സ്വപ്നം അതൊക്കെ പറഞ്ഞ് നടക്കണ്ടായിരുന്നു. കോൺഫിഡൻസ് പോയി അവിടെ. പിന്നെ ഒരു ടേക്ക് നമ്മള് ബേസിക്കലി അത് 2-3 ടേക്ക് വരെ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം ആ 3 എണ്ണത്തിൽ നമ്മൾ ബെസ്റ്റ് കൊടുത്തു എന്നല്ല, നമ്മളുടെ ആ ഒരു കോൺഫിഡൻസിന്റെ ലെവല് കുറച്ച് കുറഞ്ഞു തുടങ്ങും. അപ്പൊ ഇതിപ്പോ ഒഡീഷൻ കൂടിയാണല്ലോ, എനിക്ക് ആകെ മറ്റേ ടെൻഷനല്ല, എനിക്ക് എന്നോട് തന്നെ വെല്ലുവിളി ആയി തുടങ്ങി. ഓക്കെ, ഞാൻ ഇത് നാട്ടുകാരോട് മൊത്തം മറ്റേ ആക്ടർ, ഏതൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ഒരു ആക്ടർ എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇത് എനിക്ക് തന്നെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയി തുടങ്ങി ഈ ഓഡീഷന്റെ ഒരു പ്രോസസ്സിൽ. കാരണം ചെയ്ത സാധനം തന്നെ വേറെ സീൻ അറ്റ്ലീസ്റ്റ് തന്നിരുന്നെങ്കിൽ ഓക്കെ ഈ സീൻ മറക്കാനില്ല, അടുത്ത സീൻ നമുക്ക് നോക്കാം, അതായിരുന്നെങ്കിൽ പിന്നെ മനസ്സിലായി. ഇത് ഒറ്റ സീൻ തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആ സൈഡിൽ നിന്നൊന്നു അപ്പൊ അത് ശരിയല്ല, എന്നാ ഈ സൈഡിൽ നിന്നൊന്നു വന്ന് ചെയ്തത്. അപ്പോ ശരിയാവുന്നുണ്ടോ ഇല്ലയെന്നും പറയുന്നില്ല. സജിൻ ചാന്റെ മുഖത്ത് റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് റിയാക്ഷനിലൊന്നും പിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് നന്നായി, ഇല്ല ഇത് മോശമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു ഫസ്റ്റ് ഡേ പുള്ളിനെ മീറ്റ് ചെയ്തപ്പോ. പക്ഷെ എൻ്റെ ഉള്ളിൽ ഉറപ്പായിരുന്നു കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. എനിക്ക് വേറൊരു എൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കംഫർട്ട് സോൺ അല്ലാത്തൊരു പരിപാടി എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആള് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസർക്ക് അയച്ചിട്ടുണ്ട്, ആള് വിളിക്കട്ടെ. അപ്പൊ ഞാൻ വിളിക്കട്ടെ നോക്കാം നമുക്ക്. ഇല്ല, എനിക്ക് തീരെ പരിചയമില്ലാത്ത. പിന്നെ നമ്മള് ഞാൻ ആംഗ്രി ഞാൻ ഷോസ് ഇപ്പൊ ഒരു 7-8 ഷോസ് ആങ്കർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആങ്കർ എന്ന് പറഞ്ഞാൽ എന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പരിപാടിയായിരുന്നു. ബട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഞാൻ ആങ്കർ ചെയ്ത് തുടങ്ങി. ഇപ്പോ നമ്മളിപ്പോ ആങ്കേഴ്സിന്റെ ഒക്കെ പേരെടുക്കുമ്പോ ഒരാളായിട്ട് നമ്മുടെ പേര് പറയും ഇപ്പൊ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതൊക്കെയായിരുന്നു എന്റെ ഒരു കോൺഫിഡൻസ്. ഒക്കെ ചെയ്യാൻ അറിയാത്ത പണി ഞാൻ ചെയ്ത് അതിപ്പോ ഞാൻ ജോലിയായിട്ട് കൊണ്ട് നടക്കണ്ടല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് ഇത് വ്ളോഗിങ് അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ചാൻസ് കിട്ടിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടി. ആള് പിന്നെ ആ ക്യാരക്ടറും നല്ലപോലെ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്ന ക്യാരക്ടറാണ്. അപ്പോ എനിക്കും ഓക്കെ
ബീങ് ആർട്ടിസ്റ്റ് നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള കുറച്ച് നമുക്ക് പറ്റാത്ത പരിപാടി ചെയ്യുമ്പോഴാണല്ലോ, എന്നിട്ടൊരു ആൾക്കാരുടെ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം, നമ്മൾ ഹാപ്പി ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതില്. ഞാൻ നോർമലി മുമ്പ് ചെയ്ത സിനിമകളെ വിട്ട് ഇതിലൊരു ഒരു 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 ക്യാരക്ടർ ഉണ്ട്, ഒരു നമുക്ക് എൻ്റെ ഉള്ളിലുള്ള ഒരു ഉള്ളിലേക്ക് കയറിയ ഒരു ക്യാരക്ടർ. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടട്ടെ എന്ന് തന്നെ. അതെ അതെ, അതിന് ഈ വർക്ക് റിയലി ഹാർഡ്. ഭയങ്കരമായിട്ട് എപ്പോഴും ഇരുന്ന് ഡയലോഗ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ഡയലോഗ് ഉള്ളത് ആണ് ഈ സിനിമയിൽ. ഞാനത് സിങ് സൗണ്ട് ആയിരുന്നു. അപ്പോ ഞാൻ കാരണം ഇവർക്ക് റീടേക്ക്, കാരണം ഇപ്പൊ ചേച്ചിയുടെ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഭയങ്കര എക്സോസ്റ്റ് ആയിപ്പോ. ലൈക്ക് രാവിലെ വന്ന് ഇങ്ങനെ ഇരുന്ന്, അതും AC ഓൺ ആക്കാൻ പറ്റില്ല, ഫാൻ ഓൺ ആക്കാൻ പറ്റില്ല, ശബ്ദം പ്രശ്നമാണ്. അപ്പുറത്തെ സീനൊക്കെ നടക്കണ്ടെങ്കിൽ ചേച്ചി ആ ചൂടത്തിരുന്ന് ആ മേക്കപ്പ് ഇതാക്കുന്നത്, ആ മേക്കപ്പ് തന്നെ കാണുമ്പോ തന്നെ നമുക്ക് എന്തോ പോലെയാ. കാരണം ആ മേക്കപ്പ് അങ്ങനത്തെ ഒരു മേക്കപ്പാ. അപ്പൊ അതിന്റെ കൂട്ടത്തില് ചേച്ചിയുടെ ഇരിപ്പ് ഇതൊക്കെ കാണുമ്പോ ഞാനായിട്ട് ചേച്ചിയുടെ ഏതെങ്കിലും കൂടുതൽ ടേക്ക് പോകേണ്ട വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഇത്ര ടേക്ക് പോയിട്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കാതോട് ചെയ്തിരുന്നെങ്കിൽ ചേച്ചി മേക്കപ്പ് കൂരിക്കളഞ്ഞ് വേറെ ആരെങ്കിലും വന്ന് ഇവന്റെ ക്യാരക്ടർ ചെയ്യാൻ നോക്കി, എന്നിട്ട് ഞാൻ വരാം എന്നൊക്കെ പറയുന്ന അവസ്ഥയായാണ്. അപ്പൊ ഉള്ളില് നമുക്ക് എല്ലാവർക്കും നമ്മൾ കാരണം ബാക്കിയുള്ള ഒരു ബുദ്ധിമുട്ട് എടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഡയലോഗ് പഠിച്ചുകൊണ്ട് എടുക്കണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറെ ഡയലോഗ്സ് ഉണ്ടായിരുന്നു ഫുൾ ടൈം ഊണിലും ഉറക്കത്തിലും. അത് കാരണം എന്താ വെച്ചാൽ കുറെ വ്ളോഗിംഗ് ആന്ന് പറഞ്ഞല്ലോ. അപ്പൊ കറക്റ്റ് ആ കഥയുടെ കുറെ പോർഷൻസ് ഈ വ്ളോഗിങ്ങിലൂടെ പറഞ്ഞു തെറ്റിക്കാൻ പറ്റത്തില്ല. ഇവരുടെ ഒരു മെയിൻ സീക്വൻസ് നടക്കുമ്പോൾ ഞാൻ പുറകിൽ എന്റെ വ്ളോഗിങ് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ലിപ്പില്ല, എന്റെ ഫേസ് ഇല്ല, ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും. പക്ഷെ അപ്പൊ അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളിപ്പോ നോർമലി നമ്മള് ബാക്ക് ഷോട്ട് ഒക്കെ നിൽക്കുമ്പോ ഇപ്പൊ ഒരു വേറെ ഒരാളുടെ ക്ലോസ് എടുക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മള് അവരാണല്ലോ അഭിനയിക്കുന്നത്. ചെയ്തിട്ടൊക്കെയാവും ഡയലോഗ് അവര് പറയട്ടെ എന്താണ് വിചാരിച്ചിട്ടൊക്കെയാവും നിൽക്കുന്നത്. ഇപ്പൊ കൂടുതൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവരെങ്ങനെ പറയുന്നത്, അവരുടെ മുഖത്ത് നോക്കി നമ്മൾ ഇടേണ്ട എക്സ്പ്രഷൻ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആ എക്സ്പ്രഷൻ ഇടേണ്ട അവസ്ഥയായിരുന്നു. എന്നെ കാണുന്നില്ല, ഞാൻ ചിലപ്പോ അപ്പുറത്തെ മരത്തിന്റെ സൈഡിലൊക്കെ ആയിരിക്കും. പക്ഷെ അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. ഫുൾ ടൈം അഭിനയിച്ചോണ്ട് തന്നെയായിരുന്നു. ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു നമ്മളെല്ലാവരും. നമ്മൾ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാനോ അതൊന്നും പറ്റില്ലായിരുന്നു, ഈ സൗണ്ടിന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മളെല്ലാരും ഇൻവോൾവ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക തിയേറ്ററിൽ കാണാനായിട്ട്. അടിപൊളി. ഓക്കെ, അശ്വതിക്ക് എങ്ങനെയായിരിക്കും ഇതിലേക്ക് കോള് വന്നതായിരുന്നു? ഓഡീഷൻ അറ്റൻഡ് ചെയ്തായിരുന്നു? ഇല്ല, എന്നെ വിളിക്കുമായിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ അരുൺ സോൾ എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ വിളിക്കുമായിരുന്നു ചെയ്തത്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്നു, അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് സംഭവമൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയുടെ ഒരു റെലവൻസ് കാണിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടും ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. ലൈക്ക് ഇങ്ങനെ ശരിക്കും മറ്റേ വലിയ വലിയ ന്യൂസ് വരുന്ന സാധനങ്ങളൊന്നും പറയുന്ന ഒരാളല്ല എൻ്റെ ക്യാരക്ടർ. പക്ഷേ ഇങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് അറിയുമ്പോൾ ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്ളോഗറിനെ ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ബ്യൂട്ടി വ്ളോഗർ, ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു ആള്, ബ്യൂട്ടി കോണ്ടന്റ് മാത്രം ഇടുന്ന ആള് ഇതുപോലൊരു കോണ്ടന്റിനെ എങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് റിയലി ഗുഡ്. സോഷ്യലി അവെയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അത് ഭയങ്കര റെലവൻസ് ആണ് ഈ ഇന്നത്തെ ഒരു ജനറേഷന് കൊടുക്കുന്നത്. ആസ് എ ഒരു യൂത്തിലുള്ള അല്ലെങ്കിൽ ഒരു 20s ഒരാൾ അങ്ങനെ അവെയർ ആയിരിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പൊ എന്തായാലും 16th മൂവി റിലീസ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ എന്തായിരിക്കും പ്രേക്ഷകരോട് പറയുന്നത്? ഞങ്ങള് നേരത്തെ പറഞ്ഞ അതേ പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെ, ആ ഇഷ്യൂലോട്ട് തന്നെയാണ് ഞങ്ങൾ കടക്കുന്നത്. ഇതൊരു നിങ്ങൾ കണ്ടു തീരുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഏതെങ്കിലും ക്യാരക്ടറായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ നിന്നിട്ടുണ്ടാവും ഇൻ ദിസ് സോഷ്യൽ സ്കേപ്പ്. ഇന്നത്തെ ലോകത്ത് ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അത് ഒരു വശം ഉണ്ടാവും. ഒപ്പം ഇതിലൂടെ പറയുന്ന കുറെ കഥാപാത്രങ്ങളുടെ ജീവിതമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയുടെ കാര്യം, ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിന്റെ ഇത് വെച്ചിട്ടാണ് സംസാരിച്ചത്. ഇപ്പുറത്ത് കുറെ ലൈഫുകളുണ്ട്,
കുറെ ആൾക്കാരുടെ ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങള് ഓരോരുത്തരുടെ ഇടപെടലുകൾ കാരണം എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതം മാറുന്നത്, അത്തരത്തില് അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉള്ള ഒരു സിനിമയാണ്. ഇപ്പൊ തിയേറ്റർ എന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ ഇതുപോലെ തന്നെയാണ് ഹ്യൂമൻ ഇമോഷൻസിന്റെ ഒരു ഫ്ലിപ്പ് ആവുന്നത് എങ്ങനെയാണ്. ഇപ്പം സോഷ്യൽ മീഡിയ കാണുമ്പോഴത്തേക്കും നമ്മൾ അവെയർ ആണെന്ന് വിചാരിച്ചാലും നമ്മൾ കുറച്ച് വേറെ രീതിയിൽ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് തന്നെ ഫ്ലിപ്പ് ആവുന്നു. അതുപോലെ കുറേ ഹ്യൂമൻസിന്റെ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ലെയേഴ്സ് ഒക്കെ കാണിക്കും ഈ മൂവിയിലൂടെ. ട്രൂത്ത് വിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഈ റിയാലിറ്റി ഇന്നത്തെ ഈ ലോകത്ത് റിയാലിറ്റി എന്താണ്, നമ്മളൊരു ന്യൂസ് കാണുമ്പോൾ ഇത് സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് ഏതാണ് റിയാലിറ്റി എന്നുള്ളത് മിത്താണ് എന്നൊരു സ്പേസിലാണ് നമ്മൾ ഇത് ഒരു ബേർഡ്സ് ഐ വ്യൂലാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഒരു വശത്തോടെ ആയിരിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ആ ഒരു ഇൻസിഡന്റിന് തന്നെ പല വശങ്ങളുണ്ട്, പല വശങ്ങളിലൂടെ ഉള്ളൊരു ക്ലാരിഫൈ. എന്തായാലും ഒരുപാട് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മൂവിയാണ് എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കട്ടെ, വലിയൊരു വിജയം തന്നെ കൊണ്ടുവരട്ടെ. ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ റിലേറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു സിനിമ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.